എന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് വഴക്കുറപ്പോൾ എൻ്റെ മുഖമൊക്കെ ഇരിക്കുമ്പോൾ മണിയമ്പിള്ള രാജേട്ടൻ ഇങ്ങനെ വെർബലായിട്ട് അബ്യൂസ് ചെയ്തപ്പോൾ എന്നെ ഇൻസൾട്ടും ചെയ്തു, കഥ തുറക്കാത്തതുകൊണ്ടോ ഒന്നും തലേദിവസം രാത്രിയിൽ. എന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് വഴക്കുറപ്പോൾ എൻ്റെ മുഖമൊക്കെ ഭയങ്കര ഇതായിപ്പോയി. എന്നാലും ഗായത്രി ആയിരുന്നു കൂടെ അഭിനയിച്ച്. ചോദിച്ചു എന്തും പിന്നെ എന്ത് സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ അടുത്ത് ഞാനിത് ഷെയർ ചെയ്തു. ഇന്നലെ പുള്ളിക്കാരൻ രാത്രി റൂമിൽ വരുമെന്ന് പറഞ്ഞു, കൊട്ടിയെന്നോ ഫോൺ വിളിച്ചെന്നോ. അപ്പോൾ ഞാനത് ചെയ്യാത്തതുകൊണ്ട് അതെനിക്കറിയാൻ പിന്നെ അതും സ്ഥിരമുള്ളതെന്ന് പുള്ളിക്കാരിയും പറഞ്ഞു. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും നടപടികൾക്കൊന്നും പോയിട്ടില്ല. ഈ മണിയമ്പിള്ള രാജു അന്ന് അമ്മയുടെ ഭാരവാഹി ആയിരുന്നു. ആ സമയത്താണ് ഈ അത് ഈ അംഗത്വം നൽകാമെന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു അന്ന് സമീപിക്കേണ്ടി വന്നത് മണിയമ്പിള്ള രാജു. അതോ സിനിമയുടെ ഭാഗമായിട്ട് ഞാൻ ഇന്നസെന്റ് ആയിട്ട് പോയിട്ട് ചേരുമായിരുന്നു. കാരണം ഇവരാണ് കമ്മിറ്റി മെമ്പേഴ്സ് ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇവരുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തു. അതൊക്കെ ശരി. അമ്മയിൽ പോയിട്ട് അവര് പറഞ്ഞു മിനുവിനെ ഇവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ കമ്മിറ്റി മെമ്പേഴ്സിന് അറിയത്തില്ലേ? അതാരൊക്കെയാ കമ്മിറ്റി മെമ്പേഴ്സ് എന്ന് ചോദിച്ചപ്പോ പറയാ മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേളബാബു, ജയസൂര്യ. അപ്പോൾ ഞാൻ കൺഫേം ചെയ്ത് എനിക്ക് അമ്മയിലെ അംഗത്വം കിട്ടത്തേയില്ല. സിനിമയില് പിന്നീട് അവസരങ്ങൾ ഇല്ലാതെ പോയത് ഇവരുടെ ഇടപെടൽ. കാരണം പല സിനിമയിലും വിളിച്ചപ്പോൾ ഇവരുടെയൊക്കെ ഭാര്യമാരായിട്ടാണ് വിളിച്ചത്. അന്നേരം പറഞ്ഞു മിനു പറ്റത്തില്ല, ഷീസ് യൂസ്ലെസ് ലേഡി. ഇപ്പൊ കൊല്ലം തുളസി ചേട്ടൻ എനിക്കിട്ട പേരാക്കുന്ന വരാലു മിനു, അങ്ങനെ തന്നെ എനിക്കിട്ടാക്കുന്ന പേര് പുള്ളിക്കാരൻ. അപ്പം എല്ലാവരോടും മിണ്ടുന്നതിനെന്താ ഫ്രണ്ട്ലിയാണ്. ഞാൻ പറഞ്ഞു ഐ വാസ് വർക്കിംഗ് ഇൻ ദുബായ് ഇൻ ലീഗൽ കൺസൾട്ടൻസിയിൽ. അപ്പം നമ്മൾ അങ്ങനെ എല്ലാവരുമായിട്ട് മിണ്ടും എന്ന് വെച്ചാൽ ഉടനെ അതിൻ്റെ അർത്ഥം അവൾ ഉടനെ കിടക്കുമെന്നല്ല. നമുക്ക് എല്ലാവരുമായിട്ട് യോജിച്ച് പോകണം. അതാണ് ഒരു ഏത് ഫീൽഡിലായാലും. അപ്പം സിനിമയിൽ നീ ബെഡ് ഷെയർ ചെയ്താലേ നിനക്ക് ഞങ്ങൾ അമ്മയിൽ മെമ്പർഷിപ്പ് തരത്തുള്ളൂ. പിന്നെ കിടന്ന് അഡ്ജസ്റ്റ്മെന്റ് റെഡി ആണെങ്കിലേ നിനക്ക് ഇന്ന റോള് തരത്തുള്ളൂ. ഇതാണ് ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം പറയുന്നുണ്ട്. ആരാണ് എന്താണ് വിളിക്കുന്നവർ, ആരാ ജെന്യൂനാണോ എന്താണ് ഒന്നും അറിയില്ല. വിളിച്ചിട്ട് ഈ കാര്യം ഒരു ഉളുപ്പില്ലാണ്ടങ്ങ് പറഞ്ഞേക്കുക. ചേച്ചി ഒരു റോളുണ്ട്, ത്രൂ ഔട്ട് റോളാ, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് സ്ഥിരം പല്ലവി അങ്ങനെ അങ്ങ് ചെയ്യുന്നത്. അപ്പൊ അത് നിർത്തലാക്കണമല്ലോ.